എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ചോറ്റുപുര. വ്രതനിഷ്ഠയുടെ ഭാഗമായിട്ട് കുളുത്താറ്റിയവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണിത്. അപ്പോൾ കുളുത്താറ്റിയ ആളുകൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അത്രയും വ്രതനിഷ്ഠയോടുകൂടി ഇതിൽ നിന്നാണ് പാചകം ചെയ്യാറ്. അപ്പോൾ അതുണ്ടാക്കാൻ മൺപാത്രങ്ങൾ പുതിയ, അതായത് ഇതുവരെ ഉപയോഗിച്ച ഒരു വസ്തുക്കളും ഉപയോഗിക്കാതെ പുതുതായി, അല്ല എങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച പാത്രങ്ങൾ ഉപയോഗിച്ച്, അതായത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് ഈ ക്ഷേത്ര ഉത്സവ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ചോറ്റുപുര സംക്രമ ദിവസം, അതായത് കുംഭ സംക്രമ ദിവസമാണ് ഇത് നിർമ്മിക്കുക, ഇത് തുടങ്ങുക. അതിനുശേഷം കരിയെടുക്ക കഴിയുന്നതോടുകൂടി, അതായത് കുംഭം 14-ാം തീയതിയോടുകൂടി ഇത് അഴിച്ചു മാറ്റും. അതാണ് ഈ ചോറ്റുപുരയുടെ മഹത്വം. പിതൃക്കൾക്കും കൂടി സങ്കല്പിച്ചുകൊണ്ടാണ് 7 ദിവസം കരിയെടുക്ക ആചരിക്കുന്നത്. പണ്ട് മുതലേ ഈ രീതിയാണ് തുടർന്ന്. ദൈവത്താറീശ്വര സങ്കേതങ്ങളിൽ തിരുമുടിക്ക് പ്രാധാന്യമുള്ള ശ്രീ അണ്ടലൂർ ദൈവത്താറീശ്വരന്റെ തന്നിൻകുടി എന്ന് പറയുന്ന ചടങ്ങാണിത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ ആന്തരിക ശുദ്ധിയും ദേഹശുദ്ധിക്കും ശാരീരിക ശുദ്ധിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരം ചടങ്ങുകൾ. തന്നിൻകുടിക്ക് ക്ഷണിക്കപ്പെട്ട വന്ന വില്യാറ് കുട്ടികളാണിത്. അപ്പോൾ തന്നിൻകുടി നടത്തി അതിനുശേഷം ഇവർക്ക് ഒരു ദക്ഷിണ നൽകുന്ന ഒരു ചടങ്ങാണിത്. പാരമ്പര്യമായിട്ട് പണ്ടുകാലം മുതലേ ഇതുപോലെ ദക്ഷിണ എല്ലാ വലിയവർക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത് ഓരോരോ വീട്ടുകാർ പ്രത്യേകമായിട്ട് നേർച്ച പോലെയൊക്കെ കൂട്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോരോ ആളുകളെയും സ്വന്തം ഭവനത്തിലേക്ക് നമ്മൾ യാത്ര അയക്കുന്നതാണ്.